42-ാം വയസ്സിലും 20-കാരിയുടെ ലുക്ക്. വിവാഹകാര്യത്തിൽ ആ ദൗർഭാഗ്യം തൃഷയെ പിന്തുടരുന്നു. നടൻ വിജയുടെ ഭാര്യ സംഗീത കുടുംബ കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് പരാതി ഫയൽ ചെയ്തതോടെ അവരുടെ കുടുംബജീവിതം തകർക്കാൻ ഇടയായ നടിയാര് എന്ന അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആരാധകരും യൂട്യൂബേഴ്സും. പലരും വിരൽ ചൂണ്ടുന്നത് നടി തൃഷയ്ക്ക് നേരെയാണ്. തൃഷയും വിജയും തമ്മിലുള്ള സൗഹൃദമാണ് ഇതിനെല്ലാം കാരണമെന്ന് അവർ ആരോപിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേവലം അഭ്യൂഹം എന്നതിനപ്പുറം വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ടുപേർ തമ്മിൽ അടുത്തിടപഴകിയാൽ അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാനാവില്ല. അതിലുപരി 2 പതിറ്റാണ്ടായി തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് തൃഷ. അവർ ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന പതിവുള്ള നടിയല്ല. കുടുംബകലക്കികളായ നായികമാരുടെ പട്ടികയിൽ ഒരു കാലത്തും തൃഷയുടെ പേര് ഉൾപ്പെട്ടിട്ടും ഇല്ല. വളരെ പ്രൊഫഷണലായ തൃഷ ജോലിയും വീടുമായി കഴിയാൻ ഇഷ്ടപ്പെടുന്ന കുടുംബ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പല കാരണങ്ങളാൽ അവരുടെ വിവാഹം വൈകിപ്പോയി. വീട്ടുകാർ പലകുറി ഗൗരവമായി ആലോചനകൾ നടത്തുകയും അതെല്ലാം വിവാഹത്തിൻ്റെ വക്കിലെത്തിയ ശേഷം അവസാന നിമിഷം തെന്നിമാറി പോവുകയുമായിരുന്നു. എന്തുകൊണ്ടോ വിവാഹകാര്യത്തിൽ ഒരു ദൗർഭാഗ്യം അവരെ പിന്തുടർന്നു. അതുകൊണ്ടാണ് 42-ാം വയസ്സിലും അവർ അവിവാഹിതയായി തുടരുന്നത്. തൃഷയുടെ പേര് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കുമ്പോൾ ഞെട്ടലോടെയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം അതിനെ നോക്കിക്കാണുന്നത്. തൃഷയോ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഇത്തരം വാർത്തകളോട് ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടുമില്ല. ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടികളിൽ ഒരാളാണ് തൃഷ. 2 പതിറ്റാണ്ടിലേറെ തമിഴ്, തെലുങ്ക് സിനിമകളുടെ നിറസാന്നിധ്യമായിരുന്നു അവർ. 99-ൽ ചെന്നൈയിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ റണ്ണറപ്പായ തൃഷ മാധ്യമ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് അന്നു മുതൽക്കാണ്. പിന്നിട്ട കാൽനൂറ്റാണ്ടിനിടയിൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് തൃഷ കൈവരിച്ചത്. തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരുടെ എല്ലാ നായക പദവി, നിരവധി വൻ ഹിറ്റുകൾ, 5 ഫിലിംഫെയർ അവാർഡുകൾ, മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെയും ആന്ധ്ര സർക്കാരിൻ്റെ ബഹുമതികൾ. 2004-ൽ ഇറങ്ങിയ ഗില്ലിയാണ് അവർ ആദ്യമായി വിജയ്ക്കൊപ്പം അഭിനയിക്കുന്നത്. മണിരത്നത്തിൻ്റെ ആയുധമെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ തൃഷയുടെ കരിയർ ഗ്രാഫ് മറ്റൊരു വിധാനത്തിലേക്ക് ഉയർന്നു. പിന്നീട് അങ്ങോട്ട് തൃഷയുടെ തേരോട്ടമായിരുന്നു. തുടർച്ചയായി 12 ചിത്രങ്ങൾ നായികയായി. അതിൽ വിജയ്ക്കൊപ്പം തന്നെ തിരുപ്പാച്ചിയും സൂര്യയ്ക്കൊപ്പം വന്ന ആറും മേജർ ഹിറ്റുകളായി മാറി. തമിഴിനൊപ്പം തെലുങ്കിലും സമാനമായ വിജയങ്ങൾ കൈവരിച്ചതോടെ ആർക്കും എഴുതിത്തള്ളാനാവാത്ത വിധം അനിഷേധ നടി സാന്നിധ്യമായി തൃഷ മാറി. 2023-ൽ ഏറ്റവും കളക്ഷൻ നേടിയ തെന്നിന്ത്യൻ സിനിമയായി ലിയോ മാറുകയും ലിയോയുടെ വിജയം വിജയെ മറ്റൊരു തലത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്തു. 20 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും തൃഷയും ഒരുമിച്ച് അഭിനയിച്ച ഗില്ലി 2024-ൽ വീണ്ടും റിലീസ് ചെയ്യുകയും ചെയ്തു. റിലീസുകളിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന പദവി ആ ചിത്രം നേടുകയും ചെയ്തു. തൃഷയുടെ കരിയർ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം. എന്നും വിജയങ്ങളുടെ സഹയാത്രികയായിരുന്ന അവർ. ഭാഷയും നായകനും ഏതുമാകട്ടെ തൃഷ ആ സിനിമയുടെ ഭാഗമെങ്കിൽ അത് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കും എന്ന സ്ഥിതിയായിരുന്നു. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക എന്നതും ഒരു നിഷ്ഠ പോലെ അവർ കൂടെ കൊണ്ടു നടന്നു. 16-ാം വയസ്സിൽ സിനിമയിൽ മുഖം കാണിച്ച പെൺകുട്ടി അഭിനയ രംഗത്ത് 25 വർഷം പിന്നിട്ടത് തൃഷ മാത്രമല്ല, പ്രേക്ഷകരും അറിഞ്ഞിട്ടില്ല. ആദ്യം കണ്ട തൃഷയിൽ നിന്നും രൂപഭാഗങ്ങളിലോ പെരുമാറ്റ ശൈലിയിലോ കാര്യമായ ഒരു മാറ്റവുമില്ല. എല്ലാവരോടും ജെന്റിലായി ഇടപെടുന്ന പെൺകുട്ടി എന്ന് തന്നെയാണ് തൃഷ ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്നത്. പൊതുസമൂഹത്തിൽ നിന്നും ചിലർ തൃഷയ്ക്ക് നേരെ കല്ലുകൾ എറിയുമ്പോഴും അവരെ അടുത്തറിയുന്നവർക്ക് തൃഷയെക്കുറിച്ച് അഹിതമായി ഒന്നും പറയുവാൻ കഴിയില്ല.